ഏതോ ഒരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ടോ ഒരാൾക്കില്ലല്ലോ, ഒരച്ഛനല്ലേ ഉള്ളൂ. ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ? എനിക്ക് അറിഞ്ഞോണ്ട് ചോദിക്കുക. കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ. ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. അയാളൊരു മറുപടി, രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞത്. ബാക്കി നന്ദി കെട്ടവർ. നിങ്ങൾ കാണാം അവിടുത്തെ സീനം തന്നെയാണ്. അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം. ലീഡറെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പത്മ ചേച്ചിയുടെ കാലിൽ തൊട്ടു. ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ്. ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒന്ന് കയറ്റി വിടണം. 6:30 മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാകരൻ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു. അച്ഛാ അതാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിന്റെ കാലിൽ തൊട്ട് എഴുതും. ആരെ? എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട്. ഇതൊക്കെ കണ്ടവനാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ ഒന്നും കണ്ടതല്ല. അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ. ഞാനിപ്പോ അവര് BJP-യിലല്ല എവിടെ പോയി ചേർന്നാലും ഞാൻ ചേച്ചിയെന്നാ വിളിച്ചേ, ഇനിയും ചേച്ചിയെന്നേ വിളിക്കത്തുള്ളൂ. അത് വേറെ കാര്യം. പക്ഷെ പോന്നിവാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാണല്ലോ. പോയി പറഞ്ഞവരും വിവരം കെട്ടവരാണ്, സംസ്കാരശൂന്യനാണ്. പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ. ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്നാൽ തോറ്റുപോകും CPM-നോടെന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച, അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ. അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചില്ലറ തെമ്മാടിത്തനാണോ പറയുന്നത്? എടാ നീ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായി? രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും തയ്യാറായി? പണ്ട് കരുണാകരന്റെ വീടിന്റെ ഉള്ളിലേക്ക് മുണ്ടിനിടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളുകളകത്തേക്ക് പോകുമായിരുന്നു. ഇതൊക്കെ അറിയണം. കോൺഗ്രസ്സുകാരെ തനിയാറെന്ന് അറിയാൻ വേണ്ടി പറയുന്ന നന്ദികേട് കൊട്ടാരക്കരക്കാർക്ക് അറിയാം. പക്ഷെ വേറെ ആൾക്കാരെ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം. ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും, മുഖ്യമന്ത്രിയാ ഭയങ്കര പ്രൗഢിയാ, പോലീസും പോളിട്ടാ നിൽക്കുകയാണ്. ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളിക്കുക. അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാൻ പുറത്തെടുക്കും. എന്നിട്ട് തൊലിച്ചേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങുക. അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്തു നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും DGP-യും അടക്കമുള്ളവർ ധരിക്കണം. എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവർ ഇത്തരം ഒരു തെമ്മാടിത്തരം പറഞ്ഞിട്ട് നീ പറഞ്ഞ ശരിയായില്ല, പാടില്ല, ആവർത്തിക്കാൻ പാടില്ല, ക്ഷമ ചോദിക്കണം. അന്തസ്സുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരൻ കരുണാകരന്റെ ആത്മാവിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത്. കെ കരുണാകരന്റെ ആനുകൂല്യങ്ങൾ പറ്റി കെ കരുണാകരന്റെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പുകളും എയും ഐയുമായിരുന്നു. ആ കെ കരുണാകരനോടൊപ്പം പ്രവർത്തിച്ച് കരുണാകരന്റെ ആനുകൂല്യം പറ്റി കരുണാകരന്റെ ദൈവത്തെ പോലെ കണ്ട് അനധികൃതമായി കാര്യം സാധിച്ചവർ, അധികാരത്തിൽ ഉയർന്നു വന്നവർ, മന്ത്രിമാരായവർ, 26 വയസ്സിൽ മന്ത്രിയാക്കിയവർ, പന്തളം സുധാകരനടക്കം ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ആളുകളെ മന്ത്രിയാക്കിയും കൈപിടിച്ചു കൊണ്ടുവന്ന കെ കരുണാകരനെ കോൺഗ്രസിന്റെ ഒരു പുതിയ തലമുറയിലെ ഒരാൾ വിവരക്കേട് കൊണ്ട് അധിക്ഷേപിച്ചെങ്കിൽ മാപ്പ് പറയണം. ഈ കരുണാകരൻ സാറിന്റെ വീട്ടിലെ ലീഡറെ അല്ല കാണുന്നത്, ലീഡറുടെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ. അമ്മയെ രക്ഷിക്കണം, അവർക്ക് പാവം ഒറ്റ പാവം ഒന്നും പറയില്ല. ഈ കുട്ടിയെ ഒന്ന് സഹായിച്ചോളൂ കേട്ടോ എന്ന് പറയും. അത്രേ ഉള്ളൂ. അവരെ ചേച്ചി 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 എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി നടന്ന് സീറ്റുകൾ വാങ്ങിച്ചവരാണ് ഇവരിൽ പലരും. ഇത് കണ്ടവനാണ് ഞാൻ. ഇത് എന്റെ കണ്ണും കാതും കൊണ്ട് കണ്ട കാര്യം. ഗണേഷ്കുമാർ അറിഞ്ഞു പറയുന്നതല്ല. ഈ ഏത്തപ്പഴത്തിന്റെ കഥയൊക്കെ 100% ശരിയാണ്. ആരാണെന്ന് പറഞ്ഞാൽ അവരും സ്ഥാനാർത്ഥികളാണ്, മോശമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ പറ്റി പറയുന്നത്